വിശ്വാസ തീക്ഷ്ണതയുടെ 150 വർഷങ്ങൾ പിന്നിടുന്ന ചരിത്രപ്രസിദ്ധമായ പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രം ആഘോഷങ്ങളുടെയും നവീകരണത്തിന്റെയും പാതയിൽ. 150-ാം വാർഷിക സ്മരണാർത്ഥം നടപ്പിലാക്കുന്ന ദേവാലയ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടവകയിലെ ഓരോ കുടുംബത്തിന്റെയും സാന്നിധ്യം അൾത്താരയിൽ ഉറപ്പുവരുത്തുന്ന കുടുംബസമർപ്പണ പദ്ധതിക്ക് തുടക്കമായി. ഓരോ കുടുംബാംഗങ്ങളുടെയും പേരുകൾ ഉൾപ്പെടുത്തിയ സ്മരണിക കാർഡുകൾ പുനരുദ്ധാരണം ചെയ്യുന്ന അൾത്താരയിൽ പ്രാർത്ഥനാപൂർവം സ്ഥാപിച്ചു. 1876-ൽ സ്ഥാപിതമായ ഈ പുണ്യസങ്കേതം 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രമാണ് പേറുന്നത്. നവീകരണം പൂർത്തിയാകുന്നതോടെ അൾത്താരയിൽ ഓരോ കുടുംബത്തിന്റെയും പ്രാർത്ഥനാ നാമങ്ങൾ കുടികൊള്ളുന്നത് ഇടവകയുടെ ഐക്യത്തിന്റെയും ഭക്തിയുടെയും അടയാളമായി മാറുമെന്ന് വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അറിയിച്ചു. കുടുംബാംഗങ്ങളുടെ പേരുകൾ ചേർത്ത് പ്രാർത്ഥനാപൂർവം കാർഡ് സമർപ്പിക്കുമ്പോൾ അത് വരും തലമുറകൾക്ക് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളമായി അൾത്താരയിൽ സൂക്ഷിക്കപ്പെടും. വിശുദ്ധ യൗസേപ്പിതാവിന്റെ അനുഗ്രഹം തേടിയെത്തിയ ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് ഈ ചരിത്ര മുഹൂർത്തം ആത്മീയാനുഭവമായി. ചടങ്ങുകൾക്ക് റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണേസ് ചെറുതാന്നിക്കൽ, ഫാദർ അമൽ ചാഴൂർ, ഫാദർ ലിവിൻ ചോണ്ടൽ, ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം നൽകിയ ഫാദർ ജെയിംസ് വടക്കൂട്ട് എന്നിവരും കൈക്കാരന്മാരായ ജെയ്സൺ ബടുക്കൂട്ട്, കെ എ ജോസൻ, ഒ ടി ജോസഫ് ലിയോ, കെ ജെ ബാബു എന്നിവരും നേതൃത്വം നൽകി. കുടുംബസമ്മേളന പ്രസിഡന്റുമാർ തങ്ങളുടെ യൂണിറ്റുകളിലെ കാർഡുകൾ പരിശുദ്ധ കുർബാനയിൽ കാഴ്ചയായി സമർപ്പിച്ചു. നോമ്പുകാല ബുധനാഴ്ച ആചരണത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന സൗജന്യ നേർച്ചയൂട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. തുടർന്ന് കുട്ടികൾക്കുള്ള ചോറൂണും ഉണ്ടായിരുന്നു.